ഹായ് എവരി വൺ. നമ്മളിപ്പോൾ ടോക്കൺസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ കീവേഡ്സും ഐഡൻറ്റിഫയേഴ്സും നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബേസിക് റൂൾസ് ഉണ്ടെന്നും പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് ആ ടോക്കൺസിനകത്തെ ബാക്കി 3 എണ്ണം കൂടെ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ലിറ്ററൽസ് ഉണ്ട്, പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഓപ്പറേറ്റേഴ്സും ഉണ്ട്. അപ്പം ഇത് 3ആണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്പർ 3 ലിറ്ററൽസ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ് ആണ് ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. അതായത് നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന ആ മൊമെൻ്റ് അത്രയും അതിനൊരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. അത്തരം ഡേറ്റകളെ പറയുന്നതാണ് കോൺസ്റ്റൻസ്. അപ്പം അതിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്യാറില്ലേ? അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമല്ലോ. ഈ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാറുണ്ടോ? ഇല്ല. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അതുകൊണ്ടിട്ട് അത്തരം ഡേറ്റകളെയൊക്കെ നമ്മൾ എന്തെന്ന് പറയാം? ലിറ്ററൽസ് എന്നാണ് പറയുന്നത്. മെയിനായിട്ടും 4 ടൈപ്പ് ലിറ്ററൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻറ്റീജർ ലിറ്ററൽസ് എന്ന് പറയും. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇല്ലാത്ത പൂർണ്ണസംഖ്യകളെ, ഇപ്പം 20.3 എന്ന് പറയുന്നതിൽ 20 എന്ന് പറയുന്നത് മാത്രമാണ് ഇൻറ്റീജർ കോൺസ്റ്റൻസ് എന്ന് പറയാം. അപ്പം നമ്മുടെ ദശാംശ സംഖ്യകളൊന്നുമില്ലാത്ത, അത് പോയിൻറ്റ്സ് ഒന്നും ഇല്ലാത്ത പൂർണ്ണ നമ്പറിനെ ആ ഒരു സെക്ഷനിൽ പെടുന്നതാണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. നമ്പർ 2 ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോഴേ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉള്ളത് മീൻസ് ദശാംശ സ്ഥാനവും കൂടെ ചേരുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ ചേരുന്നതാണ്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 20.3 എന്ന് പറയാം, 11.0 ഇങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറയാണ്? ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ആണ് ക്യാരക്ടർ ലിറ്ററൽസ്. ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ക്യാരക്ടേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അവ സാധാരണയായിട്ട് സിംഗിൾ കോഡ്സിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് സിംഗിൾ കോഡ്സിലായിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു മെയിൽ എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ സാധാരണ എം ഉപയോഗിക്കാറില്ലേ? സ്മോൾ എമ്മോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എമ്മോ യൂസ് ചെയ്യാറുണ്ട്. അത് സിംഗിൾ കോഡ്സിലാണ് കൊടുക്കുക. അതുപോലെ ഫീമെയിലിന് പകരമാണ് നമ്മൾ എഫ് ഉപയോഗിക്കുന്നു, എസ്സിന് പകരം വൈ ഉപയോഗിക്കുന്നു, നോ എന്നുള്ളത് നമ്മൾ എൻ എന്നുള്ള ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവയൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സിംഗിൾ കോഡ്സിലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്ട്രിംഗ് ലിറ്ററൽസ്. സ്ട്രിംഗ് എന്ന് പറയുമ്പോഴേ അറിയാം, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ്. നമുക്ക് കുറേ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒരുമിച്ച് എഴുതും, അവയൊക്കെ ഡബിൾ കോഡ്സിലാണ് എൻകൗണ്ടർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ട്രിംഗ് ലിറ്ററൽസ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, അതുപോലെ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതെല്ലാം എന്തായിരിക്കും? സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന ഗ്രൂപ്പിലായിരിക്കും പെടുന്നത്. നെക്സ്റ്റ് വൺ പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗിവ്സ് സിൻടാക്റ്റിക് ഓർ സെമാൻറ്റിക് മീനിങ് ടു ദ കമ്പൈലറിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു മീനിങ് ഉള്ള ഒരു സെൻറ്റൻസ് എഴുതുവാണെങ്കിൽ അത് ഇന്ന വേർഡാണ് അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പങ്ക്ച്വേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുമ്പോഴല്ലേ? ആ ക്വസ്റ്റ്യൻ മാർക്കാണ് ഹിയർ എന്തെന്ന് പറയുക? പങ്ക്ച്വേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പം ആ സെൻറ്റൻസിന് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കാറുണ്ട്. എന്തിനാണത് കൊടുക്കുക? ആ സെൻറ്റൻസ് അവിടെ തീർന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ ഫുൾ സ്റ്റോപ്പ് അതൊരു പങ്ക്ച്വേറ്ററാണ്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം എഴുതിയാലും അതിനൊരു പർട്ടിക്കുലർ മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു ടോക്കണും പറഞ്ഞ പേരാണ് പങ്ക്ച്വേറ്റേഴ്സ്. നെക്സ്റ്റാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓപ്പറേറ്റേഴ്സ്. അത് എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്, 5 and 3. ഇത് ആഡ് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? 5ൻ്റെ കൂടെ നമ്മൾ പ്ലസ് ഇടും, അതിനുശേഷം 3 ഇടും. ഹിയർ പ്ലസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്നും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. ഈ എക്സാമ്പിളും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ടോക്കൺസിൻ്റെ സെഷൻ അവസാനിപ്പിക്കാം. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്ക് മറ്റുള്ള പ്രോഗ്രാംസ് പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ലിറ്ററൽസ് എന്തൊക്കെയാണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം. ഹിയർ ഫസ്റ്റ് ലൈൻ
ഹാഷ് ഇൻക്ലൂഡ് IOStream ഡോട്ട് എച്ച് എന്നും കൊടുക്കാറുണ്ട്, IOStream എന്ന് മാത്രവും കൊടുക്കാറുണ്ട്. അത് കമ്പൈലറിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുന്നതാണ്. ഹിയർ പങ്ക്ച്വേറ്റർ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹാഷ് ഈസ് ദ പങ്ക്ച്വേറ്റർ. നെക്സ്റ്റ് ലൈൻ ഇൻറ്റ് മെയിൻ, ഒരു ബ്രാക്കറ്റ്സ് പാരാന്തസിസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കേളി ബ്രാക്കറ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻറ്റ് ഈസ് ദ കീവേഡ്, മെയിൻ ഈസ് ദ ഐഡൻറ്റിഫയർ, അതൊരു ഫംഗ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെയിം, അതാണ് മെയിൻ. നെക്സ്റ്റ് പാരാന്തസിസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കേളി ബ്രാക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും എന്തായിരിക്കും? പങ്ക്ച്വേറ്റർ ആണ്. നെക്സ്റ്റ് ഇൻറ്റ് ഏജ് ഈക്വൽ ടു 25. ഹിയർ ഇൻറ്റ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഏജ് ഈസ് ദ ഐഡൻറ്റിഫയർ ആൻഡ് ഈക്വൽ ടു ഈസ് ദ ഓപ്പറേറ്റർ. 25 ഈസ് ദ ഇൻറ്റീജർ ലിറ്ററൽ. നെക്സ്റ്റ് സ്ട്രിംഗ് നെയിം ഈക്വൽ ടു മീനു. ഹിയർ സ്ട്രിംഗ് ഈസ് ദ കീവേഡ്. നെക്സ്റ്റ് നെയിം എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഐഡൻറ്റിഫയർ ആണ്. അതുപോലെ തന്നെ മീനു ഡബിൾ കോട്ട്സിലല്ലേ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതൊരു സ്ട്രിംഗ് ലിറ്ററൽ ആണ്. അതുപോലെ തന്നെ സി ഔട്ട് നെയിം ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നു, ലെസ് ദാൻ നെയിം, ലെസ് ദാൻ എൻഡൽ സെമികോളൻ. അത് സി ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ എന്താണെന്ന് വഴിയെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. നെയിം ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്ട്രിംഗ് ലിറ്ററൽ ആണ്. അതുപോലെ തന്നെ ഈ ലെസ് ദാൻ സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഓപ്പറേറ്ററാണ്. നെയിം എന്ന് വെറുതെ ഡബിൾ കോട്ട്സ് ഇല്ലാണ്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഐഡൻറ്റിഫയർ ആണ്. അതുപോലെ തന്നെ ഒരു ഓപ്പറേറ്ററിനെ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇൻറ്റ് സ്പേസ് നെക്സ്റ്റ് ഇയർ ഏജ് ഈക്വൽ ടു ഏജ് പ്ലസ് 1. ഹിയർ ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീവേഡാണ്, ഇൻറ്റീജർ നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഇയർ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ നെയിമാണ്, അതൊരു ഐഡൻറ്റിഫയർ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഏജ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഏജിൻ്റെ കൂടെ 1 കൂട്ടണം, അപ്പോൾ പ്ലസ് ഈസ് ദ ഓപ്പറേറ്റർ. ലാസ്റ്റ് ഫൈനലി റിട്ടേൺ 0. ഹിയർ എന്താ ഉദ്ദേശിക്കുക? നമ്മൾ ഇൻറ്റാണ്, കീവേഡ് വെച്ചിട്ടാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് മാത്രം റിട്ടേൺ കൊടുത്തിരിക്കണം. അത് 0 എന്നും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പ്രോഗ്രാം എക്സ്പ്ലനേഷൻസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് അടുത്ത സെഷനിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഇത് ജസ്റ്റ് എന്താണ് എന്നുള്ള കാര്യം മാത്രം നോക്കാം.